ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇൻ്റഗ്രൽ കാൽക്കുലസിനെ കുറിച്ചാണ്. ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഡിഫറൻസിയേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പറേഷനാണ്. അതായത് നമുക്കൊരു ഫങ്ഷൻ ഉണ്ട്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ, എക്സിൻ്റെ ഫങ്ഷൻ ഉണ്ട്. അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് ആണ്, അല്ലെങ്കിൽ ഡി എഫ് ബൈ ഡി എക്സ് ആണ് ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ ഈ ഡി എഫ് ബൈ ഡി എക്സ് എന്തിൻ്റെ ഫങ്ഷനാണോ അതാണ് ഇതിൻ്റെ ഇൻ്റഗ്രൽ. ഇതിൻ്റെ ഇൻ്റഗ്രലാണ് ഇത്, ഇതിൻ്റെ ഡിഫറൻഷ്യലാണ് ഇത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോഗ് എക്സ് എടുക്കാം. ലോഗ് എക്സിൻ്റെ ഡിഫറൻഷ്യലാണ് 1/x. ഇത് നമ്മുടെ ലിസ്റ്റിൽ നിന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ 1/xൻ്റെ ഇൻ്റഗ്രലാണ് ലോഗ് എക്സ്. ഇങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ. ശരിക്കും ഈ ഇൻ്റഗ്രേഷൻ വന്നത് ലിബിനീസ് ആണ് ആദ്യമായിട്ട് ഇൻ്റഗ്രൽ കാൽക്കുലസ് ഡിറൈവ് ചെയ്തത്. ലിബിനീസും ന്യൂട്ടണും കാൽക്കുലസ് ഡെവലപ്പ് ചെയ്തവരാണ്. അതിൽ ന്യൂട്ടൺ ആദ്യം ഡിഫറൻഷ്യൽ കാൽക്കുലസും പിന്നെ ഇൻ്റഗ്രൽ കാൽക്കുലസുമാണ് ഡിറൈവ് ചെയ്തത്. ലിബിനീസ് ആദ്യം ഇൻ്റഗ്രൽ കാൽക്കുലസ് പിന്നെ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഡിറൈവ് ചെയ്തു. നമ്മൾ എങ്ങനെയാണോ ലിബിനീസ് ചെയ്തത് അത് ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു ഫങ്ഷൻ ഉണ്ട്. മുമ്പ് ചെയ്ത പോലെ തന്നെ നമുക്കൊരു ഫങ്ഷൻ ഉണ്ട്. ഇതിലെ ഒരു x0 എന്ന് പറഞ്ഞ പോയിൻ്റ് എടുത്തു. എൻ്റെ കുറച്ച് മാറി x1 എന്നൊരു പോയിൻ്റ് എടുത്തു. പിന്നെ ഞാനിങ്ങനെ യോജിപ്പിച്ചു ആ കറസ്പോണ്ടിങ് ഫങ്ഷൻ്റെ വാല്യൂ. ദെൻ ദിസ് ഈസ് x ആൻഡ് ദിസ് ഈസ് f of x. ദിസ് ഈസ് ഫങ്ഷൻ ഓഫ് x. രണ്ടിടത്തേയും ഫങ്ഷൻ്റെ വാല്യൂ എടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇതാണ് ആ റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഞാൻ കണ്ടുപിടിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഞാൻ ചെയ്യണമെങ്കിൽ ഈ ഹൈറ്റ് ഇൻറ്റു ഈ ലെങ്ത്ത്, അതാണ് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഇനി ഞാൻ x0യും x1ഉം വളരെ അടുപ്പിച്ച് വളരെ അടുത്തടുത്ത് കൊണ്ടുപോകും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെ ചെറിയൊരു സ്ട്രിപ്പായിട്ട് മാറും. വളരെ ചെറിയൊരു സ്ട്രിപ്പ്. തന്നെ നമുക്കൊന്ന് മാഗ്നിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫങ്ഷൻ പോണത് ഇങ്ങനെയാണെങ്കിൽ സ്ട്രിപ്പ് പോണത് ഇങ്ങനെയായിരിക്കും. ഇതിൻ്റെ താഴെ കുറേ ഉണ്ട്, മാഗ്നിഫൈ ചെയ്ത് എനിക്ക് മുഴുവൻ വരച്ച് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഈ സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് dx ആയിരിക്കും. ഈ സ്ട്രിപ്പിൻ്റെ ഹൈറ്റ് എഫ് ഓഫ് നമ്മളിവിടെ എടുത്ത ഈ എഫ് ഓഫ് x0, ഈ പോയിൻ്റ് x0 ആയിരുന്നു. ഇങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് x0 ആയിരിക്കും. അപ്പോൾ ഈ സ്ട്രിപ്പിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് ഇതൊരു റെക്റ്റാങ്കിളാണ്. അപ്പോൾ എഫ് ഓഫ് x0 ഇൻറ്റു ഡി എക്സ് ചെയ്താൽ മതി. എനിക്ക് ഈ സ്ട്രിപ്പിൻ്റെ ഏരിയ കിട്ടും. ഇനി ഇങ്ങനെ ഈ ഫങ്ഷൻ്റെ കീഴെയുള്ള ഏരിയ മുഴുവൻ എനിക്കിങ്ങനെ സ്ട്രിപ്പായിട്ട് കൺസിഡർ ചെയ്യാമല്ലോ. വളരെ ചെറിയ സ്ട്രിപ്സ്. എന്നിട്ട് ഇതിൻ്റെ ഓരോ സ്ട്രിപ്പിൻ്റെയും ഏരിയ കണ്ടുപിടിക്കുക, അതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുക. അങ്ങനെ ഒരു പർട്ടിക്കുലർ റീജിയണിൽ എ തൊട്ട് ബി വരെ, എക്സ് റണ്ണിങ് ഫ്രം എ ടു ബി, എ തൊട്ട് ബി വരെ ഈ സ്ട്രിപ്സിൻ്റെ ഏരിയാസ് എല്ലാം കണ്ടുപിടിച്ച് അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഈ കർവിൻ്റെ കീഴെയുള്ള ടോട്ടൽ ഏരിയ നമുക്ക് കിട്ടും. ഇതാണ് ഇൻ്റഗ്രേഷൻ്റെ ഐഡിയ. ഇൻ്റഗ്രേഷന് ലെബനീസ് ഡിറൈവ് ചെയ്ത ഐഡിയ ആണ്.
നമ്മളൊരു ഇൻ്റഗ്രലിനെ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വെച്ചാണ്. അതെന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ്. മുമ്പ് പറഞ്ഞ പോലെ ഒരു ഡെറിവേറ്റീവ് എടുക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ഇൻ്റഗ്രേഷൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് ആണ്. കോസിൻ്റെ നമുക്ക് എഴുതാം. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് ആണ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കോസ് എക്സ് ആയിരിക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, ആ മൈനസ് ഇൻറ്റു ദിസ് മൈനസ് ദാറ്റ് വിൽ ബിക്കം പ്ലസ്. അതുപോലെ തന്നെ കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് ആയിട്ട് മാറും. 1/xൻ്റെ ഇൻ്റഗ്രൽ ലോഗ് എക്സ് ആയിട്ട് മാറും. എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് തന്നെയായിരിക്കും. ഇവിടെ വേറൊരു കാര്യമുണ്ട്, പ്ലസ് സി, ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റും കൂടെ ഇവിടെ ആഡ് ചെയ്യണം. പ്ലസ് സി പിന്നെ ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇനി ലിസ്റ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. തൊട്ടടുത്ത സ്ലൈഡിൽ ഞാൻ കാണിക്കാം. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മളൊരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ അതിലേക്ക് ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ് സി കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. എന്താ അതിൻ്റെ കാരണം? നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കും, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഏറ്റവും ഫെമിലിയർ അതാണെന്നുള്ളതുകൊണ്ടാണ് ഞാനത് തന്നെ എടുക്കുന്നത്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഞാൻ എടുക്കുമ്പോൾ അതിന് എനിക്ക് കിട്ടുന്നത് കോസ് എക്സ് എന്നാണ്. ഇനി സൈൻ എക്സ് പ്ലസ് 2ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴും കിട്ടുന്നത് കോസ് എക്സ് ആണ്. സൈൻ എക്സ് പ്ലസ് 1000 എടുത്താലും കിട്ടുന്നത് കോസ് എക്സ് ആണ്. നമുക്കറിയാം ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും 0 ആയിരിക്കും എന്നറിയാം. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ കിട്ടുന്നത്. പക്ഷേ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ വെറുതെ ഈ സൈൻ എക്സ് എന്ന് മാത്രം എഴുതിയാൽ പോരാ. ദിസ് ആഡ് ടു വിച്ച് വാല്യൂ, അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ പറയേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ഈ ആഡ് ചെയ്യണ കോൺസ്റ്റൻറ്റിനെ പറ്റി നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമുക്കിഷ്ടമുള്ള വാല്യൂ ചൂസ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ആർബിട്രറി കോൺസ്റ്റൻ്റായിട്ട് ഒരു സി എന്ന് നമ്മളതിന് അങ്ങ് പറയുന്നു. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ഇനി എന്താണ് ഇൻഡെഫിനിറ്റ് ആൻഡ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നോക്കാം. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് വെച്ചാൽ നമുക്കൊരു ഫംഗ്ഷനുണ്ട്. ഒരു ഫംഗ്ഷൻ എക്സാമ്പിൾ ഞാൻ പിന്നെ പറയാം. അതിൻ്റെ ഇൻ്റഗ്രൽ എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ഫംഗ്ഷനായിട്ട് തന്നെയാണ് കിട്ടണമെങ്കിൽ ദാറ്റ് ഈസ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്, എഫ് ഓഫ് എക്സ് ഡി എക്സ്. നമുക്കൊരു ഫംഗ്ഷൻ തന്നെ കിട്ടും, ദാറ്റ് പ്ലസ് ആൻ ആർബിട്രറി കോൺസ്റ്റൻറ്റ്. പക്ഷേ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ കറക്റ്റ് ന്യൂമറിക്കൽ വാല്യൂ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ ഏരിയ ഒക്കെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. അപ്പോൾ അതിന് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. എക്സിൻ്റെ വാല്യൂ എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന വാല്യൂവിലേക്ക് മാറുന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള ഇൻ്റഗ്രേഷനാണ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അന്നേരം നമുക്ക് ഇൻ്റഗ്രേഷൻ എടുത്തു കഴിയുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അത് എന്നിട്ട് എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഈ എഫ് ഓഫ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എടുത്തിട്ട് ഇങ്ങനെ എഴുതുക. ഇവിടെ ആർബിട്രറി കോൺസ്റ്റൻ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ എഴുതേണ്ടത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ അറ്റ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ അറ്റ് എ. അതായത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ആ രീതിയിൽ എഴുതുമ്പോഴാണ് ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് ആവുക.
അത് നമുക്ക് കിട്ടുന്നത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. ഇത് വെച്ചാണ് നമ്മൾ കർവ്സിൻ്റെ കീഴെയുള്ള ഏരിയ അതുപോലെ വോളിയം എല്ലാം കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഡിഫറൻസിയേഷൻ എടുക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ചെയ്യാം. ഡിഫറൻസിയേഷൻ്റെ ടേബിൾ കാണാപ്പാടമാണെങ്കിൽ വെറുതെ ഡിഫറൻഷ്യൽ എടുക്കുക, അതിൻ്റെ കറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. പക്ഷേ ഇൻ്റഗ്രേഷൻ എടുക്കുമ്പോൾ അത് പോരാ, നമുക്ക് ചില സ്റ്റെപ്സ് ഇൻ്റഗ്രേഷനിൽ ഫോളോ ചെയ്യാനുണ്ട്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയിരിക്കും. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആവശ്യം വന്ന കേസസും ഉണ്ട്, പക്ഷേ മിക്കവാറും പ്രോബ്ലംസിൽ നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയിരിക്കും ആവശ്യം വരുന്നത്. ഏത് പ്രോബ്ലം കിട്ടിയാലും സോൾവ് ചെയ്യാൻ പാകത്തിന് നമുക്ക് 2 സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ഇൻ്റഗ്രേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ 2 സ്റ്റെപ്പും ചെയ്യണം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഫങ്ഷൻസിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊരു ഫങ്ഷൻ നമുക്കൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫങ്ഷൻ ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിച്ചു. ഇത് സൈൻ തന്നെ ആയിരിക്കണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു ഫങ്ഷൻ. ഇതിൻ്റെ കീഴെയുള്ള ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കറിയേണ്ടത് വേറെ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഇതിൻ്റെ കീഴെയുള്ള ഈ കംപ്ലീറ്റ് ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കർവ് എക്സ് ആക്സിസുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ് അറിയേണ്ടത്. ആൻഡ് ദിസ് ഈസ് ദ അപ്പർ ലിമിറ്റ് പി ആൻഡ് ദിസ് വിൽ ബിക്കം ദ ലോവർ ലിമിറ്റ് എ. ഇതാണ് നമ്മുടെ ഏരിയ കണ്ടുപിടിക്കേണ്ട ലിമിറ്റ്സ്. ഇതിന് ഇടയ്ക്ക് വെച്ചാണ് നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത്. ഇനി ചില കേസിൽ നമ്മുടെ ഫങ്ഷൻ ഇങ്ങനെയായിരിക്കും, വൈ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുക, എക്സ് ആക്സിസിന് ഇടയ്ക്കുള്ള ആ ഏരിയ കണ്ടുപിടിക്കാൻ. ആ സമയത്ത് ഇതാണ് ലോവർ ലിമിറ്റ്, ഇതാണ് അപ്പർ ലിമിറ്റ്. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ കണ്ടീഷൻ അനുസരിച്ച് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കണ്ടുപിടിക്കുക. ഇനി കറക്റ്റായിട്ട് ഇതിനെ ചോപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോപ്പ് ചെയ്യേണ്ടത്, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. എങ്ങനെ ചെയ്യാനാണ് നമ്മുടെ സൗകര്യം എന്ന് നോക്കി അതിനനുസരിച്ച് ചെയ്യുക. ചില സമയത്ത് നമുക്ക് ഇതിൻ്റെ വേരിയബിൾസ് മാറ്റിക്കൊടുക്കാനായിട്ട് പറ്റും. ചില സമയത്ത് ഇങ്ങനെ അല്ലാതെ വേറെ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ചിലതിൽ ഇൻ്റഗ്രേഷൻ ചെയ്യാനേ നമുക്ക് പറ്റില്ല, അതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ടൊന്നും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. ആ സമയത്ത് ന്യൂമറിക്കലായിട്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചില കുഴപ്പങ്ങൾ ഡിഫറൻസിയേഷൻ ചെയ്യണമെന്ന് വ്യത്യസ്തമായിട്ട് ഇൻ്റഗ്രേഷന് ഉണ്ട്. ഈ 2 കാര്യങ്ങളാണ് അപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് 2 ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റായിട്ടാണ് ഒരു ഫങ്ഷൻ തന്നേക്കണമെന്ന് വിചാരിക്കുക. അന്നേരം നമ്മൾ ഡിഫറൻസിയേഷനിൽ ചെയ്തത് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുമായിരുന്നു. ഇവിടെ അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് റൂളാണ് നമുക്കുള്ളത്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് യു വി എന്ന് എക്സിൻ്റെ 2 ഫങ്ഷൻസാണ്, അതിൻ്റെ പ്രോഡക്റ്റായിട്ടാണ് എഫ് ഓഫ് എക്സ് തന്നേക്കുന്നത്. അതിൻ്റെ ഇൻ്റഗ്രേഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അത് ആദ്യം ഈ ഇൻ്റഗ്രേഷൻ ചെയ്യുക, നേരെ നമുക്കൊരു ഫങ്ഷൻ കിട്ടും. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, നേരെ ഒരു ഫങ്ഷൻ കിട്ടും. ഇതിൻ്റെ 2ൻ്റെ കൂടെ പ്രോഡക്റ്റ് എഴുതുക. ഇത്രയും ആണ് അതിൻ്റെ പ്രോഡക്റ്റ്. എന്നിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇതിന് അതിനെ മൈനസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് ആവുക. ഇനി എ ടു ബി എന്ന ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ വെച്ച് ഈ പാർട്ട് ഇവിടെ തീരും. ഇവിടെ യു ക്യാപിറ്റൽ വി യു ഓഫ് എക്സ് ക്യാപിറ്റൽ വി ഓഫ് എക്സ് എന്ന് വാല്യൂസ് കിട്ടും. എ ടു ബി വാല്യൂസ് കിട്ടും. അപ്പോൾ യു ഓഫ് ബി ഇൻറ്റു
വി ഓഫ് പി മൈനസ് യു ഓഫ് എ ഇൻറ്റു വി ഓഫ് എ എന്ന് എഴുതാം. എന്നിട്ട് ചെയ്യേണ്ടത് യു ഡാഷ് എ ടു ബി. ഇവിടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഉപയോഗിക്കരുത്, ഇവിടെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ തന്നെ ഉപയോഗിച്ച് ക്യാപിറ്റൽ വി ഓഫ് എക്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ഇൻ്റഗ്രേഷനോട് ചെയ്തിട്ട് മാത്രമേ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാവുള്ളൂ. അതാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. താങ്ക് യു.